ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് ഒത്തിരി ദുഃഖത്തോടെ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന അനേകർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളെ സഹായിക്കും. അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങളുടെ വേദനകളെ, വിഷമങ്ങളെ, ഒരു ജോലിയില്ലാത്തതിൻ്റെ ദുഃഖം, നിസ്സഹായ അവസ്ഥ, ആരോടും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥ, ആരുടെയും മുന്നിൽ കൈനീട്ടാൻ ആകാത്ത അവസ്ഥ, ഈ ദുഃഖവും വേദനയും കർത്താവ് അറിയുന്നുണ്ട്. ജോലി മേഖലയിലുള്ള അരക്ഷിതാവസ്ഥയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ദൈവം നിങ്ങൾക്ക് അനുകൂലമായി ഇന്ന് പ്രവർത്തിക്കും. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിക്കും. കർത്താവിനെ ആശ്രയിക്കുക. അവിടുന്ന് നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല. നിങ്ങളുടെ ജോലിയിലുള്ള തടസ്സങ്ങൾ, ജോലി നഷ്ടമാകുന്ന അവസ്ഥ, എല്ലാ പ്രശ്നങ്ങളും, ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവ് ഇടപെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ സഹായിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ പുതിയ തലമുറയുടെ കൂടെ ജോലി ചെയ്യുന്ന പഴയ തലമുറക്കാർ അനുഭവിക്കുന്ന ദുഃഖം ഒത്തിരിയാണ്. അതിനാൽ ഈ മേഖലയിൽ നമുക്കൊരു സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൂട്ടുപിടിക്കുക. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആശ്രയിക്കുക. പുതിയ തലമുറകൾ ചെയ്യുന്നതിനും അപ്പുറമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ജോലി ചെയ്യാൻ സഹായിക്കും. അതിനാൽ ജോലി മേഖലയിലുള്ള നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതയും, വേദനയും, ജോലി നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥ, ജോലിയിൽ സുരക്ഷിതത്വമില്ലായ്മ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ ജോലി മേഖലയിലുള്ള എല്ലാ ദുഃഖവും ദുരിതവും മാറാൻ, ജോലി ചെയ്തിട്ടും കൂലി ലഭിക്കാത്ത അനേകർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് അവർക്കെല്ലാം കർത്താവ് ഇടപെടുന്നതിനു വേണ്ടി നിങ്ങളുടെ അധ്വാനത്തിന് പ്രതിഫലം കർത്താവിൽ നിന്നും നമുക്ക് ചോദിക്കാം. അവിടുന്ന് ഇന്ന് നിങ്ങൾക്കൊരു കുറവും വരുത്താതെ നിങ്ങളെ അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും വഴി നടത്തും, സഹായിക്കും. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യോസുകാർക്ക് എഴുതിയ 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ. ഇത് മനുഷ്യപ്രീതിക്കു വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത്. കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല, ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കും. അക്കാര്യത്തിൽ മുഖം നോട്ടമില്ല. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾക്കൊരു ദിവസം കൂടി നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്ക് യാതൊരു ഉയർച്ചയും കാണുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ജോലിയിൽ ഒത്തിരി അരക്ഷിതാവസ്ഥയുണ്ട്. ഏത് സമയവും ജോലി നഷ്ടപ്പെടാം എന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. കർത്താവേ, ജോലി മേഖലയിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളെയും ഈ പ്രഭാതത്തിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, മനുഷ്യന് ആവശ്യമായതെല്ലാം ഉന്നതങ്ങളിൽ നിന്ന് നൽകുന്നവൻ നീ തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കാവശ്യമായ ചെറുതും വലുതുമായ കാര്യങ്ങൾ നിങ്ങളുടെ പിതാവായ ദൈവം അറിയുന്നു.
അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും എന്നോർത്ത് നിങ്ങൾ ആവലാതിപ്പെടാതെ ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടി മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളെക്കാളിലും ഉപരിയായി ഞങ്ങളെ സൃഷ്ടിച്ച അങ്ങേക്കറിയാം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ അധ്വാന മേഖലയിൽ കൂടി ഞങ്ങളുടെ വരുമാന മേഖലയിലുള്ള തകർച്ചകൾ, ജോലി മേഖലയിലുള്ള അരക്ഷിതാവസ്ഥ കാരണം ഏത് സമയവും ജോലി നഷ്ടപ്പെടാം എന്ന അവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇപ്പോൾ ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബം, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കർത്താവേ, ഇവരുടെ എല്ലാം ജീവിതത്തിൽ ദുഃഖം നൽകാൻ, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിത മാർഗത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ പുതിയ പദ്ധതികളെയും നീ എടുത്തു മാറ്റണമേ. കർത്താവേ, നീയാണ് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നവൻ, നീയാണ് ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നത്. ദൈവമേ, നീ നൽകുന്ന അവസരത്തെ പൂർണ്ണമായി വിനിയോഗിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടിയല്ല, എന്നാൽ ദൈവത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത് എന്ന ഉറപ്പോടുകൂടെ, എന്ന ബോധ്യത്തോടുകൂടെ ഇന്ന് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കണമേ. കർത്താവേ, ജോലിക്ക് പ്രതിഫലമില്ല എന്ന് തോന്നുമ്പോൾ, ജോലി ചെയ്യാൻ തോന്നാത്തത്, ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ തോന്നുന്നില്ല, അതിനാൽ തന്നെ ഞങ്ങൾക്ക് വീണ്ടും ജോലി മേഖലയിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു. എന്നാൽ ഇന്ന് മുതൽ ഞങ്ങൾ ജോലി ചെയ്യുന്നത് എൻ്റെ കർത്താവായ ദൈവത്തിനു വേണ്ടിയാണ് എന്ന ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിനു വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തകൻ പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതിനാൽ ഞങ്ങളുടെ ജോലി മേഖലയിൽ ഞങ്ങൾ ഇനി മുതൽ അധികാരികളെ വേറെ കണ്ണിൽ കാണാതെ, ദേഷ്യത്തോടെ അവരോട് പെരുമാറാതെ, അവർ ചെയ്യുന്ന അനീതികളെ ചോദ്യം ചെയ്യാതെ, എൻ്റെ കർത്താവിനു വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു, എൻ്റെ കർത്താവ് നൽകിയ കഴിവുകളെ, കൃപകളെ ഉപയോഗിച്ച് ഞാൻ ജോലി ചെയ്യുന്നു, എനിക്കുള്ള പ്രതിഫലം എൻ്റെ കർത്താവ്, എൻ്റെ അധികാരിയായ ദൈവമാണ് എനിക്ക് നൽകുന്നത് എന്ന ബോധ്യം കർത്താവെ ഞങ്ങളിൽ നീ നിറയ്ക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് പ്രതിഫലം നൽകി, ഞങ്ങൾക്ക് നീ അവകാശമായി നിന്നെ തന്നെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്തിട്ട് അനേകം മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ കുടുംബത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കാരണം സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിക്കു വേണ്ടി അനേകം വാതിലുകൾ മുട്ടിയിട്ടും ഒന്നും ശരിയാകാതെ നിരാശയിൽ തിരിച്ചു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നീ ഇവർക്ക് നേരെ ഒരു പുതിയ അവസരങ്ങളെ നീ സൃഷ്ടിക്കണമേ. ഈ ലോകം തന്നെ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ ശക്തനായവനെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, ജോലി മേഖലയിൽ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നവർക്ക്, ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ സന്തുഷ്ടരല്ലാത്തവർക്ക്, എൻ്റെ ദൈവമേ, നീ ആഗ്രഹിക്കുന്ന ഒരു ജോലി നൽകി, പുതിയ അവസരങ്ങൾ നൽകി, ഞങ്ങൾക്ക് വേണ്ടി നീ പുതിയ അവസരങ്ങളെ സൃഷ്ടിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജോലിയിൽ നീയാണ് ഞങ്ങളുടെ അധികാരി. ഞങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ, കിട്ടാനുള്ള സമ്പത്തിനെ ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടിശ്ശികയായി കിടക്കുന്ന എല്ലാ ശമ്പളവും ഇന്ന് നീ കനിവ് തോന്നി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണല്ലോ. ഇന്ന് ജോലിയിൽ ദുഃഖിക്കുന്ന ഓരോ മകനെയും മകളെയും നീ തൊടണമേ.
ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഓഫീസുകളിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ രഹസ്യങ്ങളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും കർത്താവേ നീ കാണണമേ. ജോലിയിൽ സുരക്ഷിതത്വം നൽകി സ്വസ്ഥമായും സമാധാനപരമായും ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം നൽകി, സാഹചര്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാറ്റിലും ഉപരി ഞങ്ങൾ ചെയ്യുന്ന ജോലി ദൈവത്തിനു വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ ജോലി ചെയ്യുന്നതിനും അത് ഏറ്റവും ഉത്തമമായി ചെയ്യുന്നതിനും സമയപരിധിക്കുള്ളിൽ തന്നെ ഞങ്ങൾ ജോലി ചെയ്ത് തീർക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ. ജോലി സംബന്ധമായി വേദനിക്കുന്ന, എന്നാൽ കുടുംബത്തിൽ വന്ന് പറയാൻ കഴിയാത്ത അത്രയധികം വേദനയിൽ കൂടി, തിരസ്കരണത്തിൽ കൂടി കഴിഞ്ഞു പോകുന്ന അനേകർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ, ചോദ്യം ചെയ്താൽ ജോലി നഷ്ടമാകും എന്ന ഭയം കൊണ്ട് അനേക കാര്യങ്ങൾ ആരോടും പറയാതെ സ്വയമേ ഹൃദയത്തിൽ ഒതുക്കി വെച്ച് നിസ്സഹായ അവസ്ഥയിൽ നിരാശയിൽ കഴിയുന്നവർക്ക് ദൈവമേ, ഇന്ന് നീ ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കണമേ. ഒരു പുതിയ അനുഗ്രഹം നൽകണമേ. ഒരു പുതിയ അവസരം നീ ഇവർക്കായി തുറന്നു കൊടുക്കണമേ. ജോലി മേഖലയിലുള്ള എല്ലാ തിന്മയും ദൈവമേ നീ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ തിരസ്കരണവും നിനക്കറിവുള്ളതാണല്ലോ. അതിനാൽ ജോലി സംബന്ധമായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖം നീ എടുത്തു മാറ്റണമേ. ജോലിക്കു വേണ്ടി, പുതിയ ജോലിക്കു വേണ്ടി പോകുന്ന മക്കൾക്ക് നീ തന്നെ ആ അവസരങ്ങൾ തുറന്നു കൊടുത്ത് നല്ലൊരു ജോലി നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി നഷ്ടപ്പെടാം എന്ന ഒരു ഭയത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥമായി ചെയ്താലും എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉള്ളിൽ ഭയം കാരണം ചെയ്യുന്ന ജോലിയിലെല്ലാം തെറ്റ് സംഭവിക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ സംതൃപ്തിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിച്ചതൊന്ന്, എന്നാൽ ചെയ്യുന്ന ജോലി മറ്റൊന്ന്. അതിനാൽ തന്നെ ജോലിയിൽ സംതൃപ്തിയില്ലാതെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ജോലി ചെയ്യുന്ന അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതൊക്കെ അവസ്ഥയാണെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള വേദന, ആരോടും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ജോലി സംബന്ധമായ വേദനകൾ, നിസ്സഹായ അവസ്ഥ, ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ, കർത്താവേ, ഈ അവസ്ഥയിൽ നീ ഞങ്ങളെ കാണണമേ. നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ജോലി മേഖലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും നീ കാണണമേ. ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ. കർത്താവേ, ജോലി സ്ഥലത്ത് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ. സഹപ്രവർത്തകരിൽ നിന്നും അധികാരികളിൽ നിന്നും ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ. കർത്താവേ, ഞങ്ങളെ നീ കരുണയോടെ കാക്കണമേ. കർത്താവേ, നിന്റെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കാൻ, കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ജോലി ചെയ്യാൻ, ആ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കർത്താവിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കുവാൻ, കർത്താവിനെ ഓർത്ത് എല്ലാ ജോലിയും കൃത്യമായി ചെയ്യുന്നതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണയോടെ ഞങ്ങളെ നോക്കണമേ. ഇന്ന് ജോലി സംബന്ധമായ വേദനയിൽ കഴിയുന്നവർക്ക് ഇന്ന് നീ ഒരു സൗഖ്യം നൽകണമേ. നിന്റെ അനന്തമായ സ്നേഹവും കരുതലും പരിഗണനയും നൽകി, നിന്റെ പിന്തുണ നൽകി, ആർക്കും ഈ മക്കളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം സുരക്ഷിതത്വം നീ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ ചെയ്യുന്ന എല്ലാ ജോലിയും അധികാരികൾക്ക് നന്മ വരുത്തുന്നതാക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക്
കൂടുതൽ സമർത്ഥമായി പ്രാഗൽഭ്യത്തോടെ ജോലി ചെയ്യാൻ ദൈവികമായ ജ്ഞാനവും അറിവും നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ചില ജോലികൾ ഞങ്ങൾക്ക് അറിവില്ലാത്തതുണ്ട്, എന്നാൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവേ, ഇന്ന് നീ ഒരു അത്ഭുതം നടത്തി ജോലിയിലുള്ള എല്ലാ വേദനയും ദുഃഖവും പരിതാപകരമായ അവസ്ഥകളും മാറ്റി ഇന്ന് ഞങ്ങളുടെ ജോലി സംബന്ധമായി നീ ഒരു അത്ഭുതം നടത്തണമേ. കിട്ടാനുള്ള ശമ്പളം തീർത്തും ഇന്ന് ലഭിക്കുന്നതിന് കർത്താവേ, നീ ശക്തമായി തന്നെ ഇവരുടെ മേൽ ഇടപെടണമേ. ഇവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിന്മേൽ നീ ഇടപെടണമേ. ഇവർക്ക് ഒന്നിനും കുറവുണ്ടാകാൻ നീ അനുവദിക്കല്ലേ. നിന്നെ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് നീ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവമേ, ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണയോടെ ഞങ്ങളെ കാണണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ച്, കുറവുകൾ ക്ഷമിച്ച്, ഹൃദയത്തിലുള്ള ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടുത്തി ഒരു നല്ല സമാധാനപരമായ രീതിയിൽ ജോലി ചെയ്യാൻ, ജോലിയിൽ സംതൃപ്തി കണ്ടെത്താൻ ഇന്ന് നിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്ത് ജോലിയുമായി ബന്ധപ്പെട്ട സകലരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കാൻ ഒരു കൃപ തരണമേ. കർത്താവേ, ശത്രുക്കളായി ഞങ്ങളെ കാണുന്നവരെ മിത്രങ്ങളായി കണ്ട് സ്നേഹിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി ജോലിയിൽ നിന്ന് ഞങ്ങളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരെ ഇന്ന് നീ കരുണയോടെ വീക്ഷിക്കണമേ. അവരോടും കർത്താവേ, നിന്റെ നാമത്തിൽ അവരെയും സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഏത് വഴിയാണെങ്കിലും നിന്റെ ശക്തി ഞങ്ങളോട് കൂടെയായിരുന്ന് ജോലിയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഉയർച്ചയും വ്യക്തതയും സംരക്ഷണവും നൽകി ജോലി മേഖലയിലുള്ള എല്ലാ വേദനയും വിഷമങ്ങളും ഈ സമയം അവിടുന്ന് എടുത്തു മാറ്റണമേ. കർത്താവേ, ഇന്ന് ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും നീ തൊടണമേ. ജോലിയില്ലാത്തവരെയും ജോലി ചെയ്യുന്നവരെയും ഇപ്പോൾ നീ സ്പർശിക്കണമേ. അവരുടെ ഹൃദയത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന നിരാശ ഇന്ന് നീ എടുത്തു മാറ്റി ക്രിസ്തുവിൽ എല്ലാം സാധ്യമാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്കും അവനെ സ്നേഹിക്കുന്നവർക്കും എല്ലാം നന്മയ്ക്കായി മാറ്റിത്തീർക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്ന് ഈ മക്കളുടെ ഹൃദയത്തിലെ വേദന ഇപ്പോൾ നീ സുഖപ്പെടുത്തണമേ. ഇവരുടെ ആന്തരിക മുറിവുകളെ, ആന്തരികമായ അസ്വസ്ഥതയെ നീ സുഖപ്പെടുത്തണമേ. ഇവരുടെ ഹൃദയത്തിൽ സമാധാനം നൽകി ഇവരെ സന്തോഷം കൊണ്ട് ഇന്ന് നീ അനുഗ്രഹിക്കണമേ. ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും നേട്ടങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, ഇന്നെല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നിന്റെ ശക്തരായ ദൂതർ ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. നിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുത്തി ഇന്ന് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നങ്ങളെ അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രയത്നങ്ങളെയും എല്ലാം ഇന്ന് അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ, മനസ്സിനെ സുഖപ്പെടുത്തണമേ. ജോലി ചെയ്യാനുള്ള ആരോഗ്യം നൽകി ശരീരത്തെ സുഖപ്പെടുത്തണമേ. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇനി മുതൽ ജോലിക്ക് കയറാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ ഈശോയെ ഇപ്പോൾ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനയും വിഷമങ്ങളെയും നീ സുഖപ്പെടുത്തണമേ. നിന്റെ അനന്തമായ കാരുണ്യവും സ്നേഹവും ശക്തിയും ധൈര്യവും നൽകി ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്തവരായി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടുന്നതിനും
ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടെ നിന്ന് നീ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയം തരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ജോലി മേഖലയിലുള്ള നിന്റെ എല്ലാ വേദനകളെയും, നിന്റെ ഹൃദയ മുറിവുകളെയും, നിന്റെ അസ്വസ്ഥതയും അസമാധാനത്തെയും അസംതൃപ്തിയെയും കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ഇനിമേൽ നീ ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു എന്ന ധാരണയിൽ നീ ജോലി ചെയ്യുക. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട്, കർത്താവിൽ നിന്നും ഞാൻ സകലതും സ്വീകരിക്കുന്നു എന്ന ബോധ്യത്തോടെ നിങ്ങൾ കർത്താവിനു വേണ്ടി ജോലി ചെയ്യുക. തീർച്ചയായും അവിടുന്ന് നിങ്ങളുടെ പ്രതിഫലം ഒന്നും കുറവില്ലാതെ തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കും. യഥാസമയം കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും നഷ്ടങ്ങളും എല്ലാ വേദനകളും അവിടുന്ന് ഇരട്ടി ലാഭമാക്കി, അനുഗ്രഹമാക്കി, സന്തോഷത്തിന് കാരണമാക്കി മാറ്റും. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ക്രമീകരിക്കും. നിങ്ങൾ പോകുന്ന വഴിയിൽ പൂർണ്ണ സുരക്ഷിതത്വം നൽകും. നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങൾക്കും, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും കർത്താവ് പ്രത്യേക സുരക്ഷിതത്വം നൽകട്ടെ. നിങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ഇന്ന് പൂർണ്ണ സുരക്ഷിതത്വം നൽകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥന സാധിക്കുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.